വർഷം മുമ്പ് ദിയ ഫാത്തിമ എന്നുള്ള ഒരു ചെറിയ പെൺകുച്ചിയാണ് 1.5 വയസ്സുള്ളപ്പോൾ മിസ്സായത്. ദിയ ഫാത്തിമക്ക് വേണ്ടി ഒരുപാട് ആൾക്കാർ വന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ആ പെൺകുച്ചിനെ കിട്ടാൻ വേണ്ടി ഒരുപാട് ആൾ പ്രാർത്ഥിക്കുന്നുണ്ടോ. കേരള ജനസമൂഹം ഒപ്പം ഇപ്പം ദിയ ഫാത്തിമാന്റെ കുടുംബത്തോടെയാണ് ഉള്ളത്. ഓരോരാളുടെ കമന്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രമാത്രം അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. നമ്മളെ സപ്പോർട്ടിന്റെ കാണ്ടി വലുതാണ് ഒരു ഉമ്മാന്റെ വേദന എന്നുള്ളത്. സോ ആ കുട്ടി മിസ്സായി മുതൽ ഇന്നു വരും നാളെ വരും ഓരോരോ നിമിഷവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ ഒരു ഉമ്മയും ഉപ്പയും. 1.5 വർഷം പ്രായമുള്ള അവർ പെൺകൊച്ച് നടന്ന് മിസ്സായി എന്നുള്ളത് ആർക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ആരോ തട്ടിക്കൊണ്ടു പോയതാണ് എന്നുള്ളതാണ് എല്ലാ സ്ഥലത്തും ചർച്ച ആവുന്നത്. സോ ഒരു കുട്ടി ഒരു വീഡിയോ വൈറലായ ഒരു കുട്ടിനെ ദിയ ഫാത്തിമ ആണോ എന്നൊക്കെ സംശയിച്ചു. ആ പെൺകൊച്ചിനെ DNA ടെസ്റ്റ് ചെയ്യാനൊക്കെ ഉദ്ദേശിച്ചു. പക്ഷെ ഇത്രയ്ക്ക് സോഷ്യൽ മൂവ് ആയിട്ടും പോലീസുകാർ ഇതിനൊരു കുറച്ചും നിലപാട് എടുക്കുന്നില്ല എന്നുള്ള കേൾക്കുമ്പോഴാണ് സങ്കടമാവുന്നത്. ചില വീഡിയോകളിൽ നമ്മൾ നോക്കുന്നുണ്ട്. ആ വീഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട് പോലീസുകാർ ഭിക്ഷാടന മാഫിയാക്ക് ഭയക്കുന്നുണ്ട് പറഞ്ഞിട്ട്. സോ ഇത് കേൾക്കുമ്പോഴാണ് എനിക്ക് ഒരുപാട് സങ്കടമായത്. ഞാനാണെങ്കിൽ എടപ്പള്ളിയിൽ ഇരിക്കുമ്പോഴോ അതോ നമ്മളെ മാംഗ്ലൂർ ഉള്ളാലിരിക്കുമ്പോഴോ ഒരുപാട് കുട്ടിനെ തട്ടി വന്ന ഭിക്ഷാടന കേൾക്കുന്നവർക്ക് മനസ്സിനൊരു സങ്കടത്തോടെയാണ് അവർക്കൊക്കെ ഞാൻ എന്തെങ്കിലും ഒരു ചെറുതായിട്ട് സഹായിച്ചുകൊണ്ടായിരുന്നു. എൻ്റെ കയ്യിലുള്ളതുപോലെ സഹായിച്ചുകൊണ്ടായിരുന്നു. പക്ഷെ സഹായിച്ചത് ഞാനിവിടെ പറയുന്നല്ല, അതിന് പറയാനുള്ള റീസൺ ഉണ്ട്. അപ്പൊ എൻ്റെ മനസ്സിൽ തോന്നിയത് എന്താണെന്നറിയോ, റബ്ബെ ആ ഒരു കുട്ടികളെ പിടിച്ചിട്ട് എത്രമാത്രം ആ ഉമ്മ കഷ്ടപ്പെടുന്നുണ്ട്, നാളെ എൻ്റെ സ്ഥിതി അങ്ങനെ ആയിട്ടുണ്ടെങ്കിലോ എന്ന് ആലോചിച്ചിട്ടാണ് നമ്മൾ 10-20 രൂപ കൊടുത്തു പോകുന്നത്. എനിക്ക് ഈ ദിയ ഫാത്തിമാന്റെ ഇൻസിഡന്റ് അറിഞ്ഞ ശേഷം ഞാൻ ഒരാൾക്കും സഹായിക്കാൻ പോകുന്നില്ല. അവരെ കാണുമ്പോൾ തന്നെ എനിക്ക് വെറുപ്പാണ് കുട്ടീനെ പിടിച്ചിട്ട് ഒരു ഉമ്മ ഭിക്ഷാടനം ചെയ്യുമ്പോൾ. ഇപ്പോൾ ഒരുപാട് ചൈൽഡ് കെയർ ഡിപ്പാർട്ട്മെന്റ് രക്ഷപ്പെടുത്താനൊക്കെ കുട്ടികൾക്ക് ഒരുപാട് ഫെസിലിറ്റീസ് ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. ആയാലും ഒരുപാട് കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാതെ കുട്ടികളെ ആരെയോ ഉമ്മാന്റെ കുട്ടികളൊക്കെ തട്ടിപ്പോയിട്ട് ഭിക്ഷാടനം ചെയ്യുന്ന ഒരുപാട് മാഫി ഇറങ്ങിയിട്ടുണ്ട് എന്നറിയുമ്പോഴാണ് മനസ്സിനൊരു സങ്കടം. സോ എൻ്റെ പോലത്തെ സങ്കടപ്പെടുന്ന അമ്മമാർക്ക് ഞാൻ പറയാണ്, ഇനി കുട്ടികളെ പിടിച്ചിട്ട് ആരെങ്കിലും ഒരു ഉമ്മമാർ ഭിക്ഷാടനം വന്നാൽ ദയമായി കൊടുക്കരുത്. എന്താ വെച്ചാൽ ദിയ ഫാത്തിമാന്റെ പോലെയുള്ള ഉമ്മമാർക്ക് ദിയ ഫാത്തിമാന്റെ ഉമ്മാന്റെ ആ വേദന, മനസ്സിന്റെ വേദനയും ആ ശാപം നമുക്ക് തട്ടും. കാരണം എത്രയോ കുട്ടികൾ ഇങ്ങനെ മിസ്സായിട്ടുണ്ട്. കാരണം ഇതൊരു ഭിക്ഷാടന മാഫിയ ഉണ്ടോ എന്നാണ് പറയുന്നത്. ബട്ട് കൺഫേം ഒന്നുമില്ല, അങ്ങ് പറയുന്നതാണ് കേൾക്കുന്നത്. പക്ഷെ അതുവരെ ഈ ഒരു ഭിക്ഷാടന മാഫിയാക്ക് പോലീസ് വരെ ഭയക്കുന്നുണ്ടെന്ന്. അപ്പൊ എത്രമാത്രം അവർ പുറകിൽ എത്രമാത്രം ആൾക്കാരുണ്ടോന്നൊക്കെ നമ്മൾ ആലോചിക്കണം. കുട്ടികളെ ബീച്ചുകോ പാർക്കുകോ ഉറൂസുകോ ഒക്കെ കൊണ്ടുപോകുമ്പോൾ കുട്ടികളെ വയലിൽ വിടാൻ, നിങ്ങളൊരു വയലിരിക്കുക, കുട്ടികളെ ശ്രദ്ധിക്കാതിരിക്കുക, അണൊക്കെ ചെയ്യുമ്പോഴാണ് കുട്ടികൾ ഒരുപാട് മിസ്സായി പോകുന്നത്. ദയമായിട്ട് കുട്ടികളെ എവിടെയെങ്കിലും കൂട്ടിക്കൊണ്ടുപോകുന്ന ആൾക്കാർ കുട്ടികളെ ശ്രദ്ധിച്ചിട്ട് വേണം കുട്ടികളെ കൊണ്ടുപോവാണ്. ഒരു ഉമ്മയും എൻ്റെ മോൾ ഒരു 10 മിനിറ്റ്സിൽ നഷ്ടപ്പെടുമെന്ന് ഏത് ഉമ്മമാരും ആഗ്രഹിക്കുന്നില്ല. ആ കുട്ടി മിസ്സായ സമയത്തുള്ള ആ ഒരു ഉമ്മാൻ്റെ അവസ്ഥ നമ്മളെ ഭാഗത്തിൽ നിന്ന് നോക്കണം. ഇപ്പോഴും ആ ഉമ്മൻ്റെ ഫേസ് തന്നെ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ സങ്കടമാവുന്നുണ്ടോ. ഇന്ന് വരും നാളെ വരും എന്ന പ്രതീക്ഷയിലാണ് ആ ഉമ്മ നിൽക്കുന്നത്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എനിക്ക് ഒരുപാട് സന്തോഷമായതാണ് എല്ലാ കേരളത്തിലുള്ള ജനസമൂഹം എല്ലാവരും ഇവിടെ വർഗീയത കാണിക്കാതെ ആ കുട്ടിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ മനുഷ്യത്വമുള്ള കേരളം എന്ന് പറയുന്നത്. നിങ്ങൾ കൂടെ ഞാനും ഉണ്ടോ ഒരു ഹാഫ് മല്ലോ ആയിട്ട്. താങ്ക് യു.